വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. ഞാൻ വിഷ്ണു പുഷ്പരാജ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട സെക്ഷൻ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ അതോട് ബന്ധപ്പെട്ട ചട്ടങ്ങൾ അല്ലെങ്കിൽ റൂൾ എന്ന് പറയും. ഇതുമായി ബന്ധപ്പെട്ട റൂൾസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് കേട്ടോ. അത് പറയുന്നത് ചാപ്റ്റർ 9 തന്നെ കേസസ് റൂൾസിൽ 67 ആൻഡ് 68 ആണ് ഓർത്തു കേട്ടോ. ഇതിൽ പറയുന്നത് ഏതാണ് 67ഉം 68ലുമാണ് ഈ റൂളുകളെ കുറിച്ച് പറയുന്നത് ഓർത്തു. 67ഉം 68ഉം ആണെന്ന് ഓർത്തു. നമുക്ക് പ്രോപ്പർ ആയിട്ട് നോക്കി പോയാലോ? ഓക്കെ, നമുക്കത് പ്രോപ്പർ ആയിട്ട് നമുക്ക് നോക്കി പോകാം. റൂള് 67 പറയുന്നതാണ് കേട്ടോ. റൂള് 67 പറയുകയാണ് റെഫറൻസ് ഓഫ് ഡിസ്പ്യൂട്ട് പേയ്മെന്റ് ഓഫ് എക്സ്പെൻസസ് ആൻഡ് ഡിസിഷൻ ഓൺ ഡിസ്പ്യൂട്ട് എന്ന് പറയുകയാണ്. ഓക്കെ, ഇതൊക്കെയാണ് റെഫറൻസ്. റൂൾ 67 ഓർത്തുക. റൂൾ 67 പറയുന്നത് എന്നൊക്കെ റെഫറൻസ് ഓഫ് ഡിസ്പ്യൂട്ട് പേയ്മെന്റ് ഓഫ് എക്സ്പെൻസസ് ആൻഡ് ഡിസിഷൻ ഓൺ ഡിസ്പ്യൂട്ട് പറയുന്നത് എവിടെയാണ്? റൂള് 60 ഓർത്തുക. റൂൾ 67 പറയുന്നത് ഓർത്തുക. തർക്കങ്ങൾ തീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതിൽ ഒന്നാമത് പറയുന്നുണ്ട് the reference of any dispute to the cooperative arbitration court and register under section 16 shall be in writing. എഴുതി നൽകണം, പരാതി എഴുതി നൽകണം അല്ലെ, തർക്കങ്ങളെ എഴുതി നൽകണം എന്ന് പറയുകയാണ്. സഹകരണ ആർബിട്രേഷൻ കോടതിക്കോ രജിസ്ട്രാർക്കോ നിയമത്തിലെ 69-ാം വകുപ്പ് പ്രകാരമുള്ള ഏതൊരു തർക്ക പരിഗണനയും എഴുതി നൽകണം. ഓർത്തേക്ക ഷാൾ ബി ഇൻ റൈറ്റിംഗ്. രണ്ടാമത് പറയാണ് the application shall be accompanied by a list of relevant records of which dispute is based and a receipt shall add to evidence. Okay, in the case of an application filed for and on behalf of society, a certified, okay, a certified copy of the resolution adopted by the committee resolving to file application of the അപേക്ഷയോടൊപ്പം ദ ആപ്ലിക്കേഷൻ ഷാൾ ബി അക്കംപനിഡ് എന്ന് പറഞ്ഞാൽ അപേക്ഷയോടൊപ്പം കേസിന് ആസ്പദമായ ബന്ധപ്പെട്ട രേഖകളുടെ പട്ടികയും the application shall be accompanied by a list of relevant records on which a dispute is based. അപ്പൊ ഡിസ്പ്യൂട്ട് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണോ അതുമായി ബന്ധപ്പെട്ട എല്ലാ ആസ്പദമായിട്ടുള്ള എല്ലാ രേഖകളും പട്ടികകളും തർക്ക തീരുമാനത്തിനായി വിധേയമായ ഫീസ് അടച്ച ചെല്ലാൻ റെസിപ്റ്റ്. ഫീസ് അടയ്ക്കണം കേട്ടോ. ഇതിന് ഫീ വേണ്ടത്. ചെല്ലാൻ റെസിപ്റ്റ് ഫീ അടക്കുന്നുണ്ട്, അതും വെക്കണമെന്ന് ഓർത്തു പോകുക. The application shall be accompanied by a list of relevant records on which dispute is based and a receipt shall add to evidence. In the case of an application filed for and behalf of a society, ഇത് സംഘത്തിന് വേണ്ടിയാണ് അപേക്ഷ നൽകുന്നതെങ്കിൽ, സംഘമാണ് അപേക്ഷ നൽകുന്നത് അല്ലെങ്കിൽ സംഘത്തിന് വേണ്ടിയാണ് അപേക്ഷ നൽകുന്നതെങ്കിൽ എന്ത് ചെയ്യണം? പറയുന്നുണ്ട് സർട്ടിഫൈഡ് കോപ്പി ഓഫ് ദ റെസല്യൂഷൻ അഡോപ്റ്റഡ് ബൈ ദ കമ്മിറ്റി റിസോൾവിംഗ് ടു ഫൈൽ എ ആപ്ലിക്കേഷൻ. അപ്പൊ ഇങ്ങനെ ഈ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണമെന്നുള്ള സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ പാസ്സാക്കിയിട്ടുള്ള പ്രമേയത്തിന്റെ കോപ്പിയും വെക്കണം. ഓക്കെ, സംഘം എന്ത് ചെയ്താലും മാനേജിംഗ് കമ്മിറ്റിയിൽ അവിടെ പ്രമേയം പാസ്സാക്കാൻ ചെയ്യാൻ പറ്റില്ല. പ്രമേയം അപ്പൊ പറയാണ് സംഘമാണ് നൽകുന്നതെങ്കിൽ ഇപ്പൊ തർക്കങ്ങൾ കയറി സംഘം നൽകുമല്ലോ. ആ സംഘം എന്ത് കേസ് ഫയൽ ചെയ്യും? അതായത് തർക്കങ്ങൾ എന്താണ് ഡിസ്പ്യൂട്ട് ഫയൽ എന്ന് ഓർത്ത് പോകുക. ആ സാഹചര്യത്തിൽ സംഘത്തിന്റെ കമ്മിറ്റിയിൽ പാസ്സാക്കിയിട്ടുള്ള എന്ത് പാസ്സാക്കണം ഇങ്ങനെ നൽകണമെന്ന് പറഞ്ഞ് റെസല്യൂഷൻ പ്രമേയം പാസ്സാക്കണം. ആ പ്രമേയത്തിന്റെ കോപ്പി ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തി ഓർത്ത് പോകുക. പിന്നെ പറയാണ് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആർ ടു ബി ഫൈൽഡ് ബിഫോർ ദ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ആൻഡ് മോണിറ്ററി ഡിസ്പ്യൂട്ട് ആർ ഫൈൽഡ് ടു ബി രജിസ്റ്റർ. ഓൾറെഡി പറഞ്ഞതാണ്. ധനപരമല്ലാത്ത തർക്കം കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ, ധനപരമായ തർക്കം രജിസ്റ്ററിന്റെ മുൻപിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫയൽ ചെയ്യണം. പിന്നെ പറയുന്നുണ്ട് ഗവൺമെന്റ് ഷാൾ കോൺസ്റ്റിറ്റ്യൂട്ട് സച്ച് നമ്പർ ഓഫ് കോർട്സ് ആസ് റിക്വയർഡ് ടു ഡീൽ വിത്ത് ദ മോണിറ്ററി കേസസ്. ഗവൺമെന്റ് ഷാൾ കോൺസ്റ്റിറ്റ്യൂട്ട് സച്ച് നമ്പർ ഓഫ് കോർട്സ് ആസ് റിക്വയർഡ് ടു ഡീൽ വിത്ത് നോൺ മോണിറ്ററി കേസസ് നമ്മൾ ചട്ടത്തിൽ പറയുന്നത് അല്ലെ. ഗവൺമെന്റ് ആണ് രൂപീകരിക്കുക. ഇനിയും പറയുന്നത് പ്രിസൈഡിംഗ് ഓഫീസ് ഓഫ് ദ കോർട്ട് ഷാൾ ബി ആൻ അഡ്വക്കേറ്റ്. അത് മനസ്സിലാക്കണം. ഇവിടെ കുറച്ച് റൂളിൽ പറഞ്ഞതും വകുപ്പിൽ പറഞ്ഞ് രണ്ടാമത് തന്നെ പഠിക്കുക. റൂൾ പ്രകാരം ഇങ്ങനെ റൂളിൽ മാറ്റം വന്നിട്ടില്ല. അവിടെ റൂളിൽ എന്താ പറയുക? റൂളിൽ അതുപോലെ പഠിക്കുക. രണ്ടും കൂടെ തർക്കം വന്നാൽ സെക്ഷനിൽ പറഞ്ഞു കൊടുക്കുക. ഇനി പറയാണ് the presiding officer of the court shall be an advocate having not less than 7 years of bar practice and who shall be appointed by government for a period of 3 years as per the terms and conditions fixed by the government. ഇവിടെ ചട്ടത്തിൽ പറഞ്ഞ ഇങ്ങനെയാണ് പ്രിസൈഡിംഗ് ഓഫീസർ അഡ്വക്കേറ്റ് ആയിരിക്കണം. ഹാവിംഗ് എത്ര വർഷത്തെ? ഹാവിംഗ് നോട്ട് ലെസ് ദാൻ 7 years of bar practice. ഇപ്പൊ 7 വർഷത്തെ എന്താണ് 7 വർഷത്തിൽ കുറെ ആള് ബാർ പ്രാക്ടീസ് ഉള്ള വ്യക്തി ആയിരിക്കണം എന്ന് പറഞ്ഞത് പ്രിസൈഡിംഗ് ഓഫീസർ കേട്ടോ. ഇവിടെ ചട്ടത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് the presiding officer of the court shall be an advocate having not less than 7 years bar practice and who shall be appointed by government for a period of 3 years as per the terms and conditions fixed by the government. ചട്ടത്തിൽ പറയുന്നത് ഇങ്ങനെ. The presiding officer shall be assisted by a secretary not below the rank of AR of cooperative society. ഇവിടെ പ്രിസൈഡിംഗ് ഓഫീസർ എന്താണ്? അസിസ്റ്റന്റ് രജിസ്ട്രാർ റാങ്കിൽ കുറയാത്ത ഒരാള് സെക്രട്ടറി ആയിട്ടുണ്ടായിരിക്കണം. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി സെക്രട്ടറി റാങ്ക്
നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ആൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ. നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് പ്രിസൈഡിംഗ് ഓഫീസറിനെ സഹായിക്കാൻ വേണ്ടി അവിടെ ഒരു സെക്രട്ടറി ഉണ്ടാവും. സെക്രട്ടറി റാങ്ക് അസിസ്റ്റന്റ് AR റാങ്കിൽ കുറയാത്ത ആളായിരിക്കണം എന്ന് ഓർത്തു. ഇനിയും പറയാണ് ദ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോഡ്. ഒന്നെങ്കിൽ ധനപരമല്ലാത്ത തർക്കമാണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോഡ്. ധനപരമായ രജിസ്ട്രാർ, ഒന്നുകിൽ രജിസ്ട്രാർ. ഇപ്പൊ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോഡ് ഓർ രജിസ്ട്രാർ ഓർ ദ പേഴ്സൺ ഡിസൈഡിംഗ് ഡിസ്പ്യൂട്ട്. ഞാൻ പറഞ്ഞു ചില സാഹചര്യം ഗവൺമെന്റ് തീരുമാനിക്കുന്ന അധികാരം നൽകിയ ആളും തീരുമാനം എടുക്കുന്ന ഓർത്തു വെക്കുക. അപ്പൊ ഓർത്തു വെക്കുക, ദ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോഡ് ഓർ ദ രജിസ്ട്രാർ ഓർ ദ പേഴ്സൺ ഡിസൈഡിംഗ് ദ ഡിസ്പ്യൂട്ട് ഓർ ദ ആർബിട്രേറ്റർ. പിന്നെ 4 പേരും അല്ലേ. അതായത് നോൺ മോണിറ്ററി ആണെങ്കിൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി, മോണിറ്ററി ആണെങ്കിൽ രജിസ്ട്രാറിന് മുൻപാകെ വരുന്നു. ഒന്നുകിൽ രജിസ്ട്രാർ സ്വമേധയാ ചെയ്യുന്നു, അല്ലെങ്കിൽ ഗവൺമെന്റ് ഇതിലേക്ക് ചുമതലപ്പെടുത്തിയ വ്യക്തിയുണ്ട് അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ആർബിട്രേറ്ററിനും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഇതിന് 4 പേര് വരും ഓർത്തു പോവുക. ഷാൽ ഹാവ് ദ പവർ ടു അഡ്മിനിസ്റ്റർ ഓത്ത് ടു റിക്വയർ ദ അറ്റൻഡൻസ് ഓഫ് all parties concerned and of witness and to require the production of all the books document relating to the matter of the dispute എന്ന് പറയും. എന്താണ് അർത്ഥം നോക്കുക? എന്താണ് പ്രതിജ്ഞ ചൊല്ലിക്കാൻ അധികാരം? പ്രതിജ്ഞ ചൊല്ലിക്കാൻ അധികാരം എന്ന് പറയും. സഹകരണ ആർബിട്രേഷൻ കോടതിക്കോ രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ തർക്കം തീരുമാനിക്കുന്നയാൾക്കോ ആ തർക്ക വിഷയവുമായി ബന്ധപ്പെട്ട രേഖകൾ, ബുക്കുകൾ എന്നിവ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെടാനും ബന്ധപ്പെട്ട എല്ലാ കക്ഷികളെയും സാക്ഷികളെയും ഹാജരാക്കി അവരുടെ സത്യവാങ്മൂലം വാങ്ങുവാനും അധികാരം ഉണ്ടായിരിക്കും ഓർത്തു. അല്ലെ, സഹകരണ ആർബിട്രേഷൻ കോടതിക്കോ രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ തർക്കം തീരുമാനിക്കുന്ന ആൾക്കോ ആ തർക്ക വിഷയവുമായി ബന്ധപ്പെട്ട എന്താണോ ഡിസ്പ്യൂട്ട് അതുമായി ബന്ധപ്പെട്ട രേഖകൾ, ബുക്കുകൾ എന്നിവ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെടാം. പിന്നെ എല്ലാ കക്ഷികളെയും സാക്ഷികളെയും ഹാജരാക്കി അവരുടെ സത്യവാങ്മൂലം വാങ്ങുവാനും അധികാരം ഉണ്ടായിരിക്കും എന്ന് ഓർത്തു. പ്രതിജ്ഞ ചൊല്ലിക്കാൻ അധികാരം എന്നാ പറയുന്നത് കേട്ടോ. ഞാൻ അടുത്ത പറയാണ് the cooperative arbitration court, the registrar or the person deciding the dispute or the arbitrator may of his own motion or on application of any party of dispute inspect any property which is the subject matter of the dispute on giving notice to both the parties or summon and examine any person as a witness or എന്താ പറയാ witness or issue commissions for examination of witness whose evidence the cooperative arbitration court or registrar or the person deciding the dispute or the arbitrator as the case may be feels necessary for necessary for disposing the dispute. വളരെ സിമ്പിൾ ആയിട്ട് പറയാണ് സ്വത്ത് പരിശോധിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് അല്ലെ. സഹകരണ ആർബിട്രേഷൻ കോടതിക്കോ രജിസ്ട്രാർക്കോ കേസ് തീരുമാനിക്കുന്നയാൾക്കോ അല്ലെങ്കിൽ ആർബിട്രേറ്റർക്കോ അല്ലെ പറയാണ് അവരുടെ സ്വന്തം അഭിപ്രായം പ്രകാരം, ഹിസ് ഓൺ മോഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം അഭിപ്രായ പ്രകാരമോ അല്ലെങ്കിൽ തർക്കത്തിലെ ഏതെങ്കിലും കക്ഷികളുടെ അപേക്ഷയാലോ അല്ലെ പറയുന്നത് ഓർ ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് എനി പാർട്ടി ഓഫ് ഡിസ്പ്യൂട്ട്, തർക്കത്തിലെ ഏതെങ്കിലും ആൾക്കാരുടെ ഏതെങ്കിലും കക്ഷിയുടെ അപേക്ഷയിന്മേലോ തർക്കത്തിലെ 2 കക്ഷികൾക്ക് നോട്ടീസ് അയക്കണേ. തർക്കത്തിലെ 2 കക്ഷികൾക്ക് നോട്ടീസ് നൽകിക്കൊണ്ട് തർക്ക വിഷയമായ കാര്യങ്ങൾ പരിശോധിക്കാനും അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയെ വിളിച്ചു വരുത്തി മൊഴി വാങ്ങാവുന്നതുമാണ്. അവരെ വിളിച്ചു വരുത്തി അവരുടെ മൊഴി മേടിക്കാം എന്ന് പറയാണ്. സഹകരണ ആർബിട്രേഷൻ കോടതിക്കോ രജിസ്ട്രാർക്കോ തർക്കം തീരുമാനിക്കുന്നയാൾക്കോ ആർബിട്രേറ്റർക്കോ ഏതാണോ ആ അധികാരിക്ക് തർക്ക തീരുമാനത്തിന് ആവശ്യമെന്ന് തോന്നുന്ന സാക്ഷികളുടെ തെളിവുകൾ പരിശോധിക്കുന്നതിനായി പ്രശ്നം കമ്മീഷന്റെ പരിശോധനയ്ക്ക് വിടുകയോ ചെയ്യാവുന്നതാണെന്ന് ഓർത്തു. വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ അങ്ങോട്ട് നൽകാൻ അല്ല സ്വന്തമായിട്ട് പരിശോധിക്കാമെന്ന് ഓർത്തു നോക്കുക കേട്ടോ. ഇപ്പൊ പരിശോധിക്കാൻ സ്വത്ത് വിവരങ്ങൾ പരിശോധിക്കാനുള്ള ഒരു അധികാരമുണ്ടെന്നാണ് പറയുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി 7 പറയുകയാണ്. നമ്മളിപ്പോ പഠിച്ചത് 6 കാര്യം. 7 പറയാണ് the cooperative arbitration court or the registrar or the person or the arbitrator deciding the dispute. ഈ 4 പേരുടെ കാര്യം എപ്പോഴും പറയുന്നുണ്ട്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി, രജിസ്ട്രാർ, പേഴ്സൺ ഡിസൈഡിംഗ് ദ ഡിസ്പ്യൂട്ട് and the arbitrator deciding the dispute shall record a brief note in English or in the vernacular language evidence of the parties to the dispute and the witness who attend, and upon evidence or recorded and after consideration of any documentary evidence produced by the parties a decision or award as the case may be shall be given in accordance with justice, equity and good conscience, and such decision or award shall be reduced to writing and pronounced at once or on some future date on which due notice shall be given to the parties എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ അർത്ഥമാക്കുക? വളരെ സിമ്പിൾ ആണ്. നീതിയും സമത്വവും നല്ല ബോധ്യം ഉണ്ടായിരിക്കുന്ന ആദ്യം ഓർത്തു വെക്കുക. പറയാണ് സഹകരണ ആർബിട്രേഷൻ കോടതിയോ രജിസ്ട്രാറോ കേസ് തീരുമാനിക്കുന്നയാളോ ആർബിട്രേറ്ററോ കക്ഷികളും സാക്ഷികളും നൽകിയ തെളിവുകളുടെ സംക്ഷിപ്തം
അതായത് ഷോർട്ട് നോട്ട് അല്ലെ. ഷോർട്ട് നോട്ട് പറയുന്നത് ബ്രീഫ് നോട്ട്. എങ്ങനെയാണ്? ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ വെർണാക്കുലർ ലാംഗ്വേജിലോ ഇവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷ്. കാരണം കേസ് തെളിവെടുപ്പ് കാര്യങ്ങള്, കേസ് അവരെ വിളിച്ച കാര്യങ്ങൾ, അവർക്ക് പറയാനുള്ളത്, സാക്ഷികൾക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ അവരുടെ സത്യവാങ്മൂലം, ഇതിനെയൊക്കെ ആസ്പദമാക്കിക്കൊണ്ട് എന്താണ് ഇംഗ്ലീഷിലോ മാതൃഭാഷയിലോ രേഖപ്പെടുത്തണം. പക്ഷെ ഒരു അപ്രകാരം രേഖപ്പെടുത്തിയ തെളിവുകളും രേഖപ്പെടുത്തുമല്ലോ. ഇപ്പോഴും ആൾക്കാരെ വിളിച്ച് കേൾക്കുമ്പോൾ നമ്മൾ രേഖപ്പെടുത്തും. അപ്രകാരം രേഖപ്പെടുത്തിയ തെളിവുകളെയും കക്ഷികൾ ഹാജരാക്കിയ രേഖാ തെളിവുകളെയും കുറിച്ച് പ്രോപ്പർ ആയിട്ട് ഒരു പഠനം നടത്തണം. പ്രോപ്പർ ആയിട്ട് അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. പ്രോപ്പർ ആയിട്ട് അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസ് ആയിട്ട് എക്സാമിൻ ചെയ്യണം. അങ്ങനെ എക്സാമിൻ ചെയ്തതിനു ശേഷം നീതി, ന്യായം, ഉത്തമ വിശ്വാസം, ജസ്റ്റിസ്, ഇക്വിറ്റി ആൻഡ് ഗുഡ്സ് കൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നീതി, ന്യായം, ഉത്തമ വിശ്വാസം എന്നിവയാൽ വിധേയമായ തീർപ്പോ വിധിയോ നൽകേണ്ടതാണ്. പ്രോപ്പർ നീതി ന്യായമായിട്ട് വേണം നമ്മൾ വിധി പുറപ്പെടുവിക്കാൻ. നമ്മൾ ബയാസ് ആകാൻ പാടില്ല. പിന്നെ അപ്രകാരമുള്ള തീർപ്പോ വിധിയോ അല്ലെ പറയുന്നുണ്ട്. സച്ച് ഡിസിഷൻ ഓർ അവാർഡ് എന്ന് പറയാം. അപ്രകാരമുള്ള തീർപ്പോ വിധിയോ സംക്ഷിപ്തമായി എഴുതേണ്ടതും ഉടൻ തന്നെയോ, അപ്പോൾ തന്നെ അല്ലെ, ഉടൻ തന്നെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട കക്ഷികൾക്ക് യഥാക്രമ അറിയിപ്പ് നൽകിയ ശേഷം മറ്റേതെങ്കിലും ദിവസമോ അത് പ്രഖ്യാപിക്കാം. വേണമെങ്കിൽ അന്ന് തന്നെ നമുക്ക് വിധി പ്രഖ്യാപിക്കാം. അല്ലെങ്കിൽ ഇവർക്ക് നോട്ടീസ് നൽകിക്കൊണ്ട് മറ്റൊരു ദിവസം വേണമെങ്കിൽ നമുക്ക് വിധി പ്രഖ്യാപിക്കാമെന്ന് ഓർത്തു വെക്കുക. സിമ്പിൾ. നീതി ന്യായമായിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ ഓർത്തു വെക്കുക. ഇനിയും പറയാണ്, ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി പാർട്ടി ടു ദ ഡിസ്പ്യൂട്ട് ഡ്യൂലി സമൺ ടു അറ്റൻഡ് ദ ഡിസ്പ്യൂട്ട് മേ ബി ഡിക്ലെയർഡ് എക്സ് പാർട്ടി എന്ന് പറയുന്നുണ്ട്. ഏകപക്ഷീയമായി വിധി വരാൻ ചാൻസ്. എപ്പോഴാണ്? കേസിൽ ഹാജരാകുന്നതിന് സമൻസ് അയച്ചിട്ടുള്ള ഏതെങ്കിലും കക്ഷിയുടെ അഭാവത്തിൽ കേസ് ഏകപക്ഷീയമായി തീർപ്പാക്കാവുന്നതാണ്. നമ്മൾ കേസിൽ എന്ത് ചെയ്യുകയാണ്? ഹാജരാകാൻ വേണ്ടി സമൻസ് അയച്ചില്ല, അവൻ വരുന്നില്ല, ഏകപക്ഷീയമായിട്ട് കേസിൽ എന്ത് ചെയ്യും? വിധി പ്രഖ്യാപിക്കുന്നു ഓർത്തു വെക്കുക. ഓക്കെ. പിന്നെ പറയാണ്, ദ അവാർഡ് ഓർ എനി ഓർഡർ പാസ് വിത്ത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഓർ രജിസ്ട്രാർ ഷാൽ ബി ഫോർവേഡ് ടു ദ പ്ലെയിന്റിഫ് ആൻഡ് റെസ്പോണ്ടന്റ് കൺസേൺ എന്ന് പറയുക. സാധാരണ ആർബിട്രേഷൻ കോടതിയോ രജിസ്ട്രാറോ പുറപ്പെടുവിക്കുന്ന ഉത്തരവോ വിധിയോ വാദിക്കും എതിർ കക്ഷിക്കും അയച്ചു. രണ്ടു പേർക്കും അയച്ചു. വാദിക്കും എതിർ കക്ഷിക്കും അല്ലെ, പ്രതിക്കും വാദിക്കും, അങ്ങനെ പറയാം. ഇവർ രണ്ടുപേർക്കും നമ്മൾ അയച്ചു കൊടുക്കണം ഓർത്തു. പിന്നെ പറയാണ്, ദ അവാർഡ് ഓർ എനി ഓർഡർ പാസ്ഡ് വിത്ത് ആർബിട്രേറ്റർ അണ്ടർ സബ്സെക്ഷൻ 4 ഓഫ് സെക്ഷൻ 70 ഓഫ് ദാറ്റ് ഷാൽ ബി ഫോർവേഡ് ടു രജിസ്ട്രാർ ഇൻ ഡ്യൂപ്ലിക്കേറ്റ് അലോങ് വിത്ത് ഓൾ പേപ്പർ ആൻഡ് പ്രൊസീഡിംഗ് ഓഫ് ദ ഡിസ്പ്യൂട്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ പറഞ്ഞു ചില സാഹചര്യങ്ങളിൽ നമ്മൾ രജിസ്ട്രാർ എന്നുള്ള ആർബിട്രേറ്റർ അപ്പോയിന്റ് ചെയ്യും അല്ലെ. ചില സാഹചര്യങ്ങളിൽ നമ്മൾ ആർബിട്രേറ്റർ അപ്പോയിന്റ് ചെയ്യും. അങ്ങനെ ആർബിട്രേറ്റർ അപ്പോയിന്റ് ചെയ്ത് കഴിയുമ്പോൾ ആർബിട്രേറ്ററിലേക്ക് കേസ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഇപ്പൊ ആർബിട്രേറ്റർ ഇതിന്മേൽ വിധി വിധി പ്രഖ്യാപിച്ച ശേഷം അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഫോർ എക്സാമ്പിൾ ഞാൻ ആർബിട്രേറ്ററിനെ അപ്പോയിന്റ്, എനിക്ക് വന്ന കേസ് ഞാൻ രജിസ്ട്രാറാണ്, ആർബിട്രേറ്ററിനെ അപ്പോയിന്റ് അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവൻ അതിന്മേൽ വിധി പ്രഖ്യാപിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ രജിസ്ട്രാറായ എനിക്ക് അയച്ചു തരണം. അതാണ് പറയുക, പ്രോപ്പർട്ടി പറയാ, നിയമത്തിലെ വകുപ്പ് 70 സബ്സെക്ഷൻ 4 അവിടെ പറയുന്നത് ആർബിട്രേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുക അല്ലെ. നമ്മുടെ നിയമത്തിലെ വകുപ്പ് 70 സബ്സെക്ഷൻ 4 പ്രകാരം ആർബിട്രേറ്റർ പുറപ്പെടുവിക്കുന്ന ഏതെങ്കിലും ഉത്തരവോ അവാർഡോ 2 പകർപ്പുകൾ തർക്കവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളോടും നടപടികളോടും രജിസ്ട്രാർക്ക് സമർപ്പിക്കേണ്ടതാണ്. അപ്പൊ പ്രോപ്പറായിട്ട് ഈ കാര്യങ്ങളൊക്കെ രജിസ്ട്രാർ ആയിരിക്കും സമർപ്പിക്കണം. അവൻ എടുക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള തീരുമാനങ്ങളൊക്കെ എനിക്ക് അവൻ അയച്ചു തരണം എന്ന് ഓർക്കും. അടുത്താണ് പറയുകയാണ്, എന്താണ് പറയുക? ഫീസിനെ കുറിച്ചാണ് പറയുക അല്ലെ. ദ കേസ് വിൽ ഓൾസോ കണ്ടെയ്ൻ, ഫീസ് 10 പറയുക. 9 നോക്കാം. ദ കേസ് റെക്കോർഡ് വിൽ ഓൾസോ കണ്ടെയ്ൻ എ കേസ് ഡയറി റിട്ടേൺ ഇൻ ഹാൻഡ് ബൈ ദ അതോറിറ്റി ഡിസൈഡിംഗ് ദ ഡിസ്പ്യൂട്ട് സ്പെസിഫൈങ് ദ ഡേറ്റ് ഓർ ഡേറ്റ് ഓൺ വിച്ച് ദ കേസ് വാസ് ടേക്കൺ ഫോർ കൺസിഡറേഷൻ നോട്ടിംഗ് ദ ആക്ഷൻ ടേക്കൺ ഓൺ ഈച്ച് സച്ച് ഡേറ്റ് എന്ന് പറയുക. എന്താ അർത്ഥം നോക്കുക? ദ കേസ് റെക്കോർഡ് ഓൾസോ കണ്ടെയ്ൻ എ കേസ് ഡയറി. കേസ് റെക്കോർഡ് ഒരു കേസ് റെക്കോർഡ്സ് വിൽ ഓൾസോ കണ്ടെയ്ൻ കേസ് ഡയറി റിട്ടേൺ ഇൻ ഹാൻഡ് ബൈ ദ അതോറിറ്റി ഡിസൈഡിംഗ് ദ ഡിസ്പ്യൂട്ട്. അതായത് ഒരു കേസ് ഡയറി നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് എടുക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൽ കേസ് ഡയറി റെക്കോർഡ് ചെയ്യണം. നമ്മൾ എഴുതിയിട്ടുള്ള കൈപ്പറ്റിയിട്ടുള്ള ഒരു കേസ് ഡയറി ഉണ്ടായിരിക്കണം എന്ന് ഓർത്തു കേട്ടോ. ഒരു കേസ് ഡയറി ഉണ്ടായിരിക്കണം എന്ന് ഓർത്തു. വളരെ പ്രധാനപ്പെട്ടാണ് കേസ് ഡയറി. അത് നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചിരിക്കും. ഓക്കെ. ഇനി ഇതിന്റെ ഫീസിനെ കുറിച്ച് നമുക്ക് നോക്കാം. പറയാണ്, ഇനി പ്രോപ്പർ ആയിട്ട് നമുക്ക് പഠിക്കണം ഇതിന്റെ ഫീസ് ആണ്. ഫീസ് ഫോർ ഡിസ്പ്യൂട്ടിംഗ് ഡിസ്പ്യൂട്ട് ഷാൾ ബി. ഓക്കെ. പറഞ്ഞ ഫീസ് നമ്മൾ ചെല്ലാൻ അടയ്ക്കണം എന്ന് പറയുന്നുണ്ട്, ട്രഷറി അടയ്ക്കണം. പറയാണ്, അത് മോണിറ്ററി ഡിസ്പ്യൂട്ടിന്റെ പണപരമായ തർക്കത്തിന്റെ ഫീസാണ്. പ്രൈസ് ഫോർ എവറി ക്ലെയിം ഓഫ് ₹10 ഓർ പാർട്ട് ദെയർ ഓഫ് സബ്ജക്ട് ടു എ മിനിമം ഓഫ് 200 ആൻഡ് മാക്സിമം ടു 2000 ഇൻ ദ കേസ് ഓഫ് 4 ലക്ഷം. അതായത് 1 ലക്ഷം വരെയാണ് കേസിൽ. ആ ഡിസ്പ്യൂട്ടിലെ എമൗണ്ട് പറയല്ലോ, ഒരു തർക്ക തുകയുണ്ട്. 1 ലക്ഷം രൂപ വരെയാണെങ്കിൽ ആ തുക 1 ലക്ഷം രൂപ വരെയാണെങ്കിൽ പറയാണ് 1 ലക്ഷം രൂപ വരെ, എത്ര തൊട്ടാണെങ്കിൽ മാക്സിമം 1 ലക്ഷം രൂപ വരെയാണെങ്കിൽ മിനിമം എത്ര? അതായത് ഓരോ 10 രൂപയ്ക്കും 50 പൈസ നിരക്കിൽ, ഓരോ 10 രൂപയ്ക്കും 50 പൈസ നിരക്കിൽ മിനിമം 200. ഇത് നമ്മൾ 50 പൈസ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 100 രൂപ വരുന്നുണ്ട്, അല്ല 50 രൂപ വരുന്നത് പറയുകയാണ്. മിനിമം 200 വേണം. മിനിമം 200 മുതൽ മാക്സിമം 2000 വരെ. എവിടെ? 1 ലക്ഷം രൂപ വരെയാണ് കേസിലെങ്കിൽ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ തർക്കം വന്നത് ഒരു 80,000 രൂപയുടെയാണ്, ഇവിടെ 90,000 രൂപയുടെ കണക്ക് കൂടി നോക്കും.
ഓരോ പത്രിക 50 വെച്ച് കണക്ക് കൂട്ടി നോക്കുക. അത് മാക്സിമം 2000, മിനിമം എത്രയാണ് 200 നോട്ട് നോക്കുക. മാക്സിമം 2000 രൂപ പറ്റില്ല. നമ്മൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ 2500 രൂപ 2000, 100 രൂപ വരുന്നത് 200, 500 വരുന്നത് 500, അങ്ങനെ പോകുന്ന ഓർത്ത് നോക്കുക. പിന്നെ 1 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഒരു ലോൺ കേസ് ഒക്കെ ആണെങ്കിൽ 5 ലക്ഷത്തിന്റെ ലോൺ ആണെങ്കിൽ അത് 1 ലക്ഷത്തിന് മുകളിലല്ലേ. 1 ലക്ഷത്തിന്റെ മുകളിലാണെങ്കിൽ എത്രയാണ്? 5000 എബവ് ആണെങ്കിൽ, സോറി, 1 ലക്ഷത്തിന്റെ മുകളിലാണെങ്കിൽ എത്രയാണ്? 5000 രൂപ കേട്ടോ. 1 ലക്ഷം വരെ ആണെങ്കിൽ നമ്മൾ നോക്കും. 1 ലക്ഷം രൂപ വരെ ആണെങ്കിൽ മിനിമം 200, മാക്സിമം 2000. 1 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 5000 അവിടെ ഫിക്സ്ഡ് ആണെന്ന് ഓർത്തു പോകും. അതാണ് മോണിറ്ററി ഡിസ്പ്യൂട്ടിന്റെ കാര്യങ്ങൾ. ഇനിയിപ്പോ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്, പണപരമല്ലാതെ തർക്കമാണെങ്കിൽ എംപ്ലോയി ഫയൽ ചെയ്യുന്നതാണെങ്കിൽ 1000 രൂപ, ജീവനക്കാരൻ ഫയൽ ചെയ്യുന്ന കേസിലാണെങ്കിൽ 1000 രൂപ കേട്ടോ. ജീവനക്കാരന്റെ കേസാണ് 1000 രൂപ. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയിൽ മുൻപാകെയാണ് ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുക. എന്താണ്? ഇലക്ഷൻ നടന്ന് 1 മാസം ആകുമ്പോൾ പെറ്റീഷൻ ഫയൽ ചെയ്യണം. ഇലക്ഷൻ പെറ്റീഷൻ ആണെങ്കിൽ 5000 രൂപ. ഇതല്ലാതെ മറ്റു തർക്കം, ഇപ്പൊ എംപ്ലോയി എന്താണ്, എംപ്ലോയിയുടെ ആണെങ്കിൽ 1000 രൂപ, ഇലക്ഷൻ പെറ്റീഷൻ ആണെങ്കിൽ 5000 രൂപ, മറ്റ് പെറ്റീഷൻ ആണെങ്കിൽ 3000 രൂപ എന്ന് ഓർക്കും കേട്ടോ. പിന്നെ പറയാണ് ഇവിടെ എക്സെപ്ഷൻ വരികയാണ്. പ്രൊവൈഡ് ദാറ്റ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാവിംഗ് മെജോറിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് SC or ST സ്കൂൾ സംഘങ്ങൾ. ഇപ്പം SC ST സ്കൂൾ സംഘങ്ങൾ എക്സംപ്റ്റ് ആണ്, അവര് ഈ ഫീ അടയ്ക്കുന്നത്. ആരൊക്കെ? SC ST സംഘങ്ങളും സ്കൂൾ സംഘങ്ങളും. SC ST സംഘങ്ങളും സ്കൂൾ സംഘങ്ങളും എന്താണ്? എക്സം. ഇനി പറയാണ് ദ ഫീ ഷാൾ പെയ്ഡ് ഇൻ അഡ്വാൻസ് ടു ദ നിയറസ്റ്റ് ഗവൺമെന്റ് ട്രഷറി. ഞാൻ പറഞ്ഞു നമ്മൾ തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ട്രഷറിയിലേക്കാണ് ഫീ അടയ്ക്കുക എന്ന് ഓർത്ത് വെക്കുക. പിന്നെ എല്ലാ പെറ്റീഷൻ, ഓൾ പെറ്റീഷൻ ആപ്ലിക്കേഷൻ presented under this rule shall bear court fee stamp. Court fee stamp വേണമെന്ന് ഓർത്തു വെക്കുക കേട്ടോ. കേരള കോർട്ട് ഫീസ് ആൻഡ് സ്യൂട്ട് വാല്യൂഷൻ ആക്ട് പ്രകാരം കോർട്ട് ഫീസ് സ്റ്റാമ്പ് വേണമെന്ന് ഓർത്തു. അടുത്ത് പറയുന്നത് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓർഡേഴ്സ് ആൻഡ് ഡിസിഷൻസ് ഓർ ഓൺ ഡിസൈഡിങ് അവാർഡ് എന്ന് പറയുകയാണ്. എന്താ അർത്ഥമാക്കുക? എന്താ അവിടെ അർത്ഥമാക്കുക? വളരെ പ്രധാനപ്പെട്ട ഉത്തരവുകളും തർക്ക തീരുമാനങ്ങളും അറിയിക്കേണ്ട വിധം പറയുകയാണ്. An award, decision or order passed with the cooperative arbitration court or registrar or any other person deciding the dispute or arbitrator. അപ്പൊ ആരാണോ കേസിന്മേൽ വിധി എടുക്കുക? ആർബിട്രേഷൻ കോർട്ട്, രജിസ്ട്രാർ, പേഴ്സൺ ഡിസൈഡിംഗ് ഡിസ്പ്യൂട്ട്, ആർബിട്രേറ്റർ, 4 പേര്. ഈ 4 പേരാണ് ഇതിന്മേൽ തീരുമാനം കൊടുക്കുക അല്ലെ. സെക്ഷൻ 70 പ്രകാരം ഇവരാണ് അതിന്മേൽ അവാർഡ് അല്ലെങ്കിൽ വിധി പ്രഖ്യാപിക്കുക. ഇവരെന്ത് ചെയ്യണം? ഷാൾ സെൻഡ് ടു ദ ആപ്ലിക്കന്റ് ബൈ ദ കോർട്ട് ഓർ രജിസ്ട്രാർ as the case may be with a seal affixed on സീൽ ഉണ്ടായിരിക്കണം. എന്താണ്? രജിസ്റ്റേർഡ് പോസ്റ്റിൽ സീല്, അവരുടെ സീല് വെച്ച് വേണം കൊടുക്കാൻ. അവരുടെ സീല് വെച്ച് വേണം കൊടുക്കാനെന്ന് ഓർത്ത് നോക്കുക. 1 copy of the award, decision or order shall be retained in the file concerned and same kept in the period of 12 വർഷം. അപ്പൊ ഇതിന്റെ ഒരു കോപ്പി 12 വർഷം ആ ഫയലിൽ നമ്മൾ സൂക്ഷിക്കണം എന്ന് ഓർത്ത് നോക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ ദ കോപ്പി ഓഫ് ദ അവാർഡ് ഓർഡർ ഷാൾ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ഡിഫൻഡ് ഓൾസോ ബൈ രജിസ്റ്റേർഡ് പോസ്റ്റ്. 2 പാർട്ടികൾക്കും ഡിഫൻഡൻസിനും നമ്മൾ ഇത് നൽകിയിരിക്കണം എന്ന് ഓർത്തു. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളൂ. പ്രോപ്പർ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.